ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉന്നക്കായ. ഇത് മലബാറുകാരുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യം ഏത്തക്കായ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഈ സമയത്ത് കാർഡമം ഷുഗറൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ ആവശ്യമുള്ളത് കാഷ്യൂ നട്ട്. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഇട്ട് വഴറ്റിയ ശേഷം മധുരം ചേർത്ത് പിന്നെ ലാസ്റ്റ് കാർഡമം പൗഡറും ചേർത്ത് ആ കൂട്ട് ഫില്ലിങ് റെഡിയായി. ഏത്തപ്പഴം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഉടച്ച് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഇതേപോലെ ഉരുളകളാക്കി മാറ്റിയിട്ട് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ അതിനകത്ത് വെക്കാം. അതൊന്ന് പരത്തി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഫില്ലിങ്സ് വെച്ച് ഇതേപോലെ നടച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം. അത് ഓരോന്നും കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ ഉരുളകളൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് ഇതേപോലെ അടച്ചെടുത്ത് കഴിഞ്ഞാൽ എടുക്കാനുള്ള കോക്കനട്ട് ഓയിലൊക്കെ ചൂടാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ഇതേപോലെ ആക്കിയെടുക്കുക. ഞാൻ ചെറിയ ഉന്നക്കായ കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ ആക്കിയെടുത്ത് ഞാനിത് ഒരു ഏത്തപ്പഴത്തിൽ നിന്ന് ഒരു 6 എണ്ണം ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതാട്ടോ. നിങ്ങൾക്കിപ്പോൾ വലുത് വേണമെങ്കിൽ വലുതാക്കി ഉണ്ടാക്കാം. ഇനി കോക്കനട്ട് ഓയിൽ ചൂടാക്കി അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡും നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതും എല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഈദിനും റംദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് മുമ്പ് ഇടണമെന്ന് വിചാരിച്ചതാണ്. സ്കൂളിലെ ജോലിയൊക്കെ ആയിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഇടുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഇരിക്കും. റിയലി ടേസ്റ്റി കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ഉന്നക്കായ.